വയനാട് മേപ്പാടി നെല്ലിമുണ്ട സ്വദേശി ബിയുമ വാഹനമിടിച്ച് മരിച്ചത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. വാക്ക് തർക്കത്തെ തുടർന്ന് കാസർഗോഡ് സ്വദേശികളായ 5 അംഗ സംഘം മനഃപൂർവ്വം വാഹനം ഇടിപ്പിക്കുകയായിരുന്നെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ജൂൺ 8-ന് പെരുന്നാൾ പിറ്റേന്നാണ് സംഭവങ്ങളുടെ തുടക്കം. സ്കൂട്ടറിൽ മേപ്പാടിയിൽ നിന്നും നെല്ലിമുണ്ട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബിയുമ്മയും ചെറുമകൻ അഫ്ലഹും. 1-ാം മൈലിൽ വെച്ച് കാസർഗോഡ് സ്വദേശികളായ 5 അംഗ സംഘത്തിന്റെ ബൊലേറോ ജീപ്പിന്റെ മുമ്പിൽപ്പെടുകയും ചെറിയ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് സ്കൂട്ടറിനെ പിന്തുടർന്ന് 5 അംഗ സംഘം പിറകിൽ വന്നിടിക്കുകയായിരുന്നു. നിലത്ത് വീണ ബിയുമ്മയുടെ ദേഹത്തുകൂടി ജീപ്പ് കയറ്റിയിറക്കി. സ്കൂട്ടറിൽ കുടുങ്ങിയ ചെറുമകൻ അഫ്ലഹിനെയും കൊണ്ട് വാഹനം അല്പദൂരം മുന്നോട്ട് പോവുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 71-കാരി ബിയുമ്മ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് വാഹനം ഓടിച്ച കാസർഗോഡ് സ്വദേശി അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളും കണ്ടെത്തിയിരുന്നു. വിനോദയാത്രയ്ക്ക് വന്നവരാണെന്ന് പറയുന്നു. പക്ഷേ എന്നാലും നേരത്തെ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വണ്ടി ഫോളോ ചെയ്ത് പോയിട്ട് ഇടിപ്പിച്ചതാണ്. അരമംഗലം സ്വദേശി പ്രശാന്ത്, പെരുമ്പള സ്വദേശികളായ നിധിൻ നാരായണൻ എന്നിവരും പ്രായപൂർത്തിയാകാത്ത 17-കാരനുമാണ് പിടിയിലായത്. 4 പേരെ കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത 17-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെയും ഹാജരാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.